ഒരു ദിവസം പഠനം നഷ്ടപ്പെട്ടാൽ മറ്റൊരു ദിവസം എടുത്തോളാം. അടിപൊളി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇന്നൊരു ദിവസം കളി കാണാൻ വേണ്ടി പഠനം മാറ്റി വയ്ക്കാം, നാളെ ഒരു ദിവസം ആഘോഷത്തിന് വേണ്ടി മാറ്റി വയ്ക്കാം, മറ്റന്നാൾ മറ്റൊരു പരിപാടിക്ക് വേണ്ടി മാറ്റി വയ്ക്കാം. പക്ഷേ പിന്നെ നഷ്ടപ്പെട്ട ദിവസങ്ങളൊക്കെ മറ്റൊരു ദിവസം എടുത്തോളാം. പക്ഷേ ചെറിയൊരു ചോദ്യം, ആ നഷ്ടപ്പെട്ട ദിവസം പിന്നെ തിരികെ കിട്ടുമോ? നാളെ എടുത്ത് ഇന്ന് നഷ്ടപ്പെട്ട സമയം നികത്താൻ പറ്റുമോ? ഇന്നത്തെ ദിവസം നാളെയിലേക്ക് മാറ്റാൻ കഴിയില്ല. കാരണം സമയം ബാങ്ക് അക്കൗണ്ടല്ല. ഇന്ന് ഉപയോഗിക്കാത്തത് നാളെ പോയി പിൻവലിക്കാൻ പറ്റില്ല. അല്ലാഹു തആല സത്യം ചെയ്ത് പറയുന്നുണ്ട്, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. കാലം തന്നെയാണ് സത്യം, തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിലാണ്. സൂറത്തുൽ അസ്റിൽ കാണാൻ പറ്റും. ശ്രദ്ധിക്കുക, അള്ളാഹു സമയം സാക്ഷിയാക്കി പറയുകയാണ് മനുഷ്യൻ നഷ്ടത്തിലാണെന്ന്. നമ്മളൊരു ദിവസം നഷ്ടപ്പെടുത്തുന്നു, പിന്നെ പറയുന്നു സാരമില്ല മറ്റൊരു ദിവസം എടുത്തോളാം. പക്ഷേ ആ ദിവസം ഒരിക്കലും തിരികെ വരില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസി അസ്സുഹത്തു വൽ ഫറാഹു. രണ്ട് അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ ധാരാളം മനുഷ്യർ വഞ്ചിതരാണ്, ആരോഗ്യവും ഒഴിവ് സമയവും. സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസ് കാണാം. അപ്പോൾ വിഷയം കളി കാണുന്നതാണോ? അല്ല, കളി കാണരുത് എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു വിദേശ മത്സരത്തിന് വേണ്ടി ഒരു ദിവസത്തെ പഠനം മാറ്റി വെച്ചിട്ട് ആ നഷ്ടപ്പെട്ട ദിവസത്തിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മറ്റൊരു ദിവസം എടുത്തോളാം എന്ന് പറയുന്നത് സമയത്തിൻ്റെ വില മനസ്സിലാക്കാത്തവരുടെ മറുപടിയാണ്. കാരണം നഷ്ടപ്പെട്ട ദിവസം മറ്റൊരു ദിവസം കൊണ്ട് പകരം വയ്ക്കാൻ കഴിയില്ല. പോയ സമയം പോയത് തന്നെ. ഇന്ന് നിങ്ങൾ പാഴാക്കിയ സമയം നാളെ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു നഷ്ടമായി തിരിച്ചു വരും. അതുകൊണ്ട് കളി കാണും, ആഘോഷിക്കും, പക്ഷേ സമയത്തെ കളിയാക്കരുത്. കാരണം നാളെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുന്നത് ഇന്നത്തെ സമയമായിരിക്കില്ല, ഇന്നത്തെ സമയത്തെക്കുറിച്ച് ഉള്ള കണക്കുകൾ മാത്രമായിരിക്കും. അങ്ങനെ ഒരുപാട് കമൻറ്റുകളുണ്ട്. നമ്മളൊരു വീഡിയോ ഇട്ടു, ഈ വിദ്യാഭ്യാസത്തെ മുടക്കിയിട്ട് വേറൊരു വിദേശ രാജ്യത്തെ ഒരു കളിക്ക് വേണ്ടി. നമ്മുടെ നാട്ടിലെ ഒരു ഫെസ്റ്റിവലല്ല ഓണം, നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഫെസ്റ്റിവലാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പെരുന്നാളാണെങ്കിലോ നബിദിനമാണെങ്കിലോ നമ്മുടെ ഇവിടെ തന്നെ ഓരോരുത്തരും ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഡേയുടെ ലീവുകൾ പോലെയുള്ള ഒരു സംഭവത്തിന് വേണ്ടിയിട്ടല്ല ലീവ് എടുത്തത്. നമ്മളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ടീമിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ കളിക്ക് വേണ്ടിയിട്ട്. എന്നാൽ ആ രാജ്യക്കാർക്ക് അവിടെ ലീവുണ്ടോ? ഇല്ല. അതാ രസം, അവിടെ കൗതുകം. ആ രാജ്യക്കാർക്ക് അവിടെ ലീവില്ല. ആ കളി നടക്കുന്ന രാജ്യത്തിൽ ലീവില്ല. ഈ രണ്ട് രാജ്യക്കാർ മത്സരിച്ചല്ലോ, ആ രണ്ട് രാജ്യത്തിലും അവിടുത്തെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് മുടക്കമൊന്നും വന്നിട്ടില്ല. അവർ പഠിച്ചു, അവരവരുടെ സമയം അവരുടെ കാര്യത്തിന് പോയി. തിരിച്ചവർ നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവർ സ്വീകരിക്കും. നമ്മുടെ നാടിന് വേണ്ടി കളിക്കുന്നില്ല. നമ്മുടെ നാടിന് അവിടെ ഒരു ബന്ധവുമില്ല. പിന്നെ നമ്മളവിടെ ലീവ് എടുത്തുകൊണ്ട് ആ സമയം നമുക്ക് വർത്തായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നണ്ട. എന്നിട്ട് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹാസ്യമായി, പരിഹാസമായി, തെറികളായി. എന്ത് കാര്യമുള്ള നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് തെറി വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞത് സമയത്തെ നഷ്ടപ്പെടുത്തുന്ന ഓരോ മനുഷ്യരും ആ സമയത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കുറ്റബോധത്തെക്കുറിച്ചാണ്. മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയ സമയം തിരിച്ചു കിട്ടുമോ? ഇന്ന് പോയ ദിവസം നാളെ ഈ സെയിം ദിവസം കിട്ടുമോ? ഇപ്പോൾ തിങ്കളാഴ്ച കഴിഞ്ഞു പോയി. തിങ്കളാഴ്ച തന്നെ നിങ്ങൾക്ക് നാളെ ഇപ്പോൾ ശനിയാഴ്ച ക്ലാസ് എടുക്കുമ്പോൾ തിങ്കളാഴ്ചയാണ് നിങ്ങൾക്ക് കിട്ടണേ. ഇനി ശനി ഞായറെന്ന് പറയുന്നത് വേറൊരു കാര്യം ജസ്റ്റ് സൂചിപ്പിച്ചു എന്നുള്ളൂ. ഈ ശനി ഞായറെന്ന് പറയുന്നത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ പ്ലാനുകൾ, പഠിപ്പിക്കുന്ന ഓരോ അധ്യാപകരും അവരവരുടെ പ്ലാനുകൾ തിരിച്ചു വയ്ക്കുന്ന ദിവസമാണ്. അന്ന് സ്പെഷ്യൽ ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ടാസ്ക്കാണ്. അത് എടുത്തു കഴിയുമ്പോൾ ഈ അധ്യാപകർക്ക് അവരുടെ കാര്യങ്ങളൊന്നും വേണ്ട. കളിയാണല്ലോ അധ്യാപകരുടെ പരിപാടി, പഠിപ്പിക്കലല്ലേ, അവരുടെ കാര്യങ്ങൾ നടക്കണ്ടോ? അത് ചെറിയ കമൻറ്റ് സെക്ഷനൊക്കെ എടുത്ത് നോക്ക്, നല്ല രസമാണ്. തലയൊക്കെട്ട് മാറ്റി വയ്ക്കും എരപ്പറ്റ് വരച്ചത്. ഞാൻ പറഞ്ഞത് സമയം പോയ സമയം പിന്നെ തിരിച്ചു വരില്ല. അതിന് എത്ര ദിവസം മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ പോയത് തന്നെയാണ്. അപ്പോൾ ആ പോയ സമയം നമുക്ക് ഉപകാരപ്പെട്ടൊരു കാര്യത്തിനായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ അതല്ലല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു ഹർത്താലിന് പോയാൽ പോലെ അതിനൊരു മോശമില്ല. നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്ന ഒരു ഇതിനാണെന്ന് പറയാം. ഇതെങ്ങനെയാണ് പോയത്?